അതന്നെയാണ് ഞാൻ പറയുന്നത്, അതന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്, അതന്നെയല്ലേ നീയും പറയുന്നത്. ഈ ഒരു സ്റ്റൈലിൽ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക എന്നതാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഓക്കെ, കൂടുതൽ അറിയുന്നതിന് ഹിന്ദി ഒരു കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലും പങ്കുചേരാവുന്നതാണ്. ആദ്യം നമുക്ക് വിഷയത്തിൽ കിടക്കാം. അതന്നെയാണ് ഒയ് ചീസ് കഹ് രഹാ ഹും മേ, ഒയ് ചീസ് ബോൽത്താ ഹും മേ. ഒയ് ചീസ് എന്ന അതേ കാര്യം തന്നെയാണ്. ഓക്കെ, ഒയ് ചീസ് എന്ന് പറയുന്നതല്ല, ഒയ് ബോൽ രഹാ ഹും എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതന്നെയല്ലേ പറയുന്നത്, ഒയ് ബോൽ രഹാ ഹും മേ. ലേഡി പറയുമ്പോഴോ വഹി ബോൽ രഹീ ഹും മേ, വഹി ബോൽ രഹി. അപ്പോൾ വഹ് എന്ന് പറഞ്ഞാൽ അത് എന്ന്. ഓ, നമ്മൾ സാധാരണ വഹ് എന്ന് പറയാൻ പാടില്ല. സംസാര ഭാഷയിൽ കൊളോക്കിയൽ സ്റ്റൈലിൽ ഓ എന്ന് മാത്രം പറഞ്ഞാൽ, വഹ് എന്ന് പറയണ്ട. അപ്പോൾ അതന്നെയാണ് വഹീന, ഓ ഹീന. അപ്പോൾ ഒന്നുകൂടി പറയാം നമുക്ക്. അതന്നെയാണ് ഞാനും പറയുന്നത്. വഹീ കഹ് രഹാ ഹും മേ, വഹീ ബതാ രഹാ ഹും മേ, വഹീ ബോൽ രഹാ ഹും മേ. നിങ്ങൾക്കറിയാം, പറയുക എന്നതിന് 3 സാധനമുണ്ട്. സംസാര ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്നതാണത്. അപ്പോൾ അത് തന്നെയാണ് ഞാനും നോക്കുന്നത്. ഒയ് ദേഖ് രഹാ ഹും മേ, ഒയ് ദേഖ് രഹാ ഹും, അതന്നെയാണ് ഞാനും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒയ് എന്ന് പറയാം. ഇനി ഇതന്നെയാണെന്ന് എയ് എന്നും പറയാം. എയ് ദേഖ് രഹീ ഹും മേ, ഇതന്നെയാണ് ഞാനും നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇസ് ചീസ് എന്ന് പറയുന്ന വസ്തു എന്ന അർത്ഥത്തിനാണ്. ഒയ് ചീസ് ദേഖ് രഹാ. അപ്പോൾ ആ ചീസിൻ്റെ അവിടെ നിന്ന് കൂട്ടിക്കൊടുക്കുക, ആ സാധനം തന്നെയാണ്. ഓ ചീസ് ദേഖ് രഹാ ഹും മേ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പം തന്നെ എന്ന് പറയാൻ അഭി എന്ന് പറയുന്നത്. അഭി ബോൽ രഹാ ഹും എന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഹീ എന്ന് കൂട്ടുന്നത് അത് തന്നെയാണ് എന്നൊരർത്ഥത്തിനുള്ള ശൈലിയാണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് എവിടെയും നാളെ പറയാമെന്ന് പറഞ്ഞു. ഒരാൾ സംസാരിക്കാൻ പറഞ്ഞു മേ കൽ പത്താവുക എന്നാണ്. നാളെ തന്നെ പറയണേ. എങ്ങനെ പറയാം? കലീ ബത്താന എന്നാണ് പറയാം. കൽ ബത്താന എന്നല്ല, കലീ ബത്താന. ആ കലീ എങ്ങനെ വന്നത്? കൽഹി എന്നതാണ്. ഓക്കെ, ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ അഭി എന്ന് വന്നതാണ്. ഓക്കെ, നിങ്ങൾ തന്നെ പറയണേ, നിങ്ങൾ തന്നെ പോകണേ. അഭീജാനാണ്, ആ ഭീ എന്ന് പറയണം. മനസ്സിലായപ്പോൾ രീതി? അത് തന്നെ ഒയ് എന്ന്. ഇങ്ങനെയാണ് ഹീ എന്നതിൻ്റെ പ്രയോഗം. അത് നിങ്ങൾ സർവ്വസാധാരണ ഹിന്ദി സംസാര ഭാഷയിൽ യൂസ് ചെയ്യുന്നതാണ്. इस तरह हिंदी ज़बान सही आप सीखना चाहते हैं तो आइए हमारे साथ. हिंदी भाषा बहुत ही आसान है. आपका धन्यवाद, बहुत शुक्रिया. खुदा हाफिज़.